പ്രതിഗാനം മുഴക്കി നാം പാടിയിടാം. ഭക്തർ പാതയെ നോക്കിക്കൊണ്ടോടിയിടാം. പ്രതിഗാനം മുഴക്കി നാം പാടിയിടാം. ഭക്തർ പാതയെ നോക്കിക്കൊണ്ടോടിയിടാം. പരിതാപമകന്നു നാം വാണിടും സുരലോകേ പരനേശുവോടു കൂടെ. പരിതാപമകന്നു നാം വാണിടും സുരലോകേ പരനേശുവോടു കൂടെ. ആ ചിന്തിക്കുകിൽ പരദേശികൾ വെറുമന്യർ നാമി ഭൂവിൽ നിലയില്ല വാസമോർക്കിൽ. ആ ചിന്തിക്കുകിൽ പരദേശികൾ വെറുമന്യർ നാമി ഭൂവിൽ നിലയില്ല വാസമോർക്കിൽ. ഈ ഭവനത്തിലുള്ള ഞങ്ങളുടെ കർത്താവിന്റെ ദാസിയെ കുഞ്ഞുങ്ങളെ ദൈവസഭയോടുള്ള ബന്ധത്തിൽ എല്ലാ നിലകളിലുമുള്ള കൈത്താങ്ങൾ ഞങ്ങളിൽ നിന്നുണ്ടാകും. ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ എല്ലാ ആത്മീയ കൂട്ടായ്മകളും കൈത്താങ്ങലുകളും ഉണ്ടാകും. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് എബ്രായ വിശ്വാസികളോട് പറഞ്ഞതുപോലെ മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. അതുകൊണ്ട് ഇന്ന് കാലം ആ ക്രിസ്തീയ ജീവിതത്തിലെ വിശ്വാസവും ധൈര്യവും ഈ നിലകളിൽ മുന്നോട്ട് പോകാൻ പ്രിയ ദേവദാസിയും കുഞ്ഞുങ്ങളെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബന്ധക്കോസ് ഫെലോഷിപ്പ് പൊൻകുന്നം ദൈവസഭയുടെ പേരിലും എന്റെ കുടുംബത്തിന്റെ പേരിലുമുള്ള ദുഃഖവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് ദൈവസേനയിൽ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നന്ദി അറിയിക്കുന്നു. തുടർന്ന് ദാസൻ ബിജോഷ് മുമ്പോട്ട് കിടന്നുകൊണ്ട് കർത്താവിന്റെ പരിശുദ്ധമായ നാമം ഈ വിശുദ്ധ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന ദൈവാനുഭവത്തിൽ കണ്ടുവരുവാനും ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിക്കാൻ തക്കോണം സ്വർഗ്ഗത്തിലെ ദൈവം സഹായിച്ച ദൈവത്തിന്റെ വലിയ കൃപകളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷയുടെ കർത്താവ് വേർപ്പെട്ട ദേവദാസൻ ദൈവസഭ പ്രസിഡന്റ് കർത്താവ് വേർപ്പെട്ട ദേവദാസന്മാർ ദേവദാസിമാർ ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി പറയട്ടെ. കർത്താവദാസൻ കഴിഞ്ഞ ചൊവ്വാഴ്ച പോലെ താൻ പ്രിയപ്പെട്ടതായിരിക്കുന്ന കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. തൻ്റെ വയ്യായി നോക്കാതെ തന്നെ ഏൽപ്പിച്ച കാര്യത്തിൽ വിശ്വസ്തയോടെ നിൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നവനെ നല്ലവനും വിശ്വസ്തനുമായിരിക്കുന്ന ദാസനെ നീ അല്പത്തിൽ വിശ്വസ്തനായതുകൊണ്ട് ഞാൻ നിന്നെ അധികത്തിൽ വിചാരകൻ. നല്ല തന്നെ ഏൽപ്പിച്ച കാര്യത്തിൽ വിശ്വസ്തയോടെ ആ ശുശ്രൂഷകൾ ചെയ്തെടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. നല്ലതായിരിക്കുന്ന ആ കാര്യങ്ങളൊക്കെ ഭംഗിയോടെ ചെയ്തെടുത്തു. സ്തോത്രം. ഞായറാഴ്ച ആരാധനയെ കഴിഞ്ഞുപോയി ഞങ്ങൾ സംസാരിച്ചിട്ടാണ് കടന്നുപോയത്. തിങ്കളാഴ്ച കടമലിൽ ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നു. അന്ന് രാത്രികാലം അവിടെ കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ദൈവജന ശുശ്രൂഷകൾ ദൈവദാസൻ അന്ന് രാത്രികാലം ചെയ്തിടുവാനിടയായി തീർന്നു. പ്രത്യാശയുടേതായിരിക്കുന്ന അനുഗ്രഹമേറിയ ദൈവദൂത് അന്ന് രാത്രി ദൈവദാസൻ പറഞ്ഞിട്ടാണ് അവിടുന്ന് പോരുവാനിടയായി തീർന്നത്. അങ്ങനെ സ്വന്തം ദീർഘവർഷങ്ങളായി കർത്താവിന്റെ പേരുടെ ബന്ധത്തിൽ പ്രവേശിക്കുന്ന ദൈവസഭയുടെ കർത്താവദാസനായി വിവിധ ദൈവസഭകളിൽ തന്നെ ഏൽപ്പിച്ച സ്ഥാനത്ത് വിശ്വസ്തയോടെ ചെയ്തെടുക്കുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം സഹായിച്ചു. പല സന്ദർഭങ്ങളിലായി പല വർഷങ്ങൾ കർത്താവദാസൻ ദൈവവേലയുടെ ബന്ധത്തിൽ കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. ദൈവദാസനെ അടുത്തറിയാവുന്ന എല്ലാവർക്കും അറിയാം. ഒരു ശാന്തനായ ഒരു പ്രിയപ്പെട്ട ദൈവദാസനായിരുന്നു കർത്താവദാസൻ. ആരോടും ദേഷ്യത്തോടോ അങ്ങനെ പിണങ്ങൊന്നും സംസാരിക്കുന്ന ഒരു സ്വഭാവം തന്റെ ദാസന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എപ്പോൾ കണ്ടാലും ചിരിച്ച മുഖത്തോട് ആമേ സ്തോത്രം പറയുന്ന ഒരു ദൈവദാസനെ നമുക്ക്
കാണുവാനായിട്ട് ഇടയായി തീരത്തുള്ളൂ. ദൈവസഭയുടെ ഏതു പ്രയാസവേളകളിലും നല്ല ആലോചനകളൊക്കെ പറഞ്ഞ് നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കുവാൻ ഒരു മാർഗനിർദ്ദേശിയായി കർത്താവിന്റെ ദാസന്റെ വാക്കുകൾ ഞങ്ങളുടെ ദൈവസഭയ്ക്ക് ഒരു അനുഗ്രഹമായിരുന്നു. തുടർന്നുള്ള നാളുകളിൽ അതില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ആമേൻ, നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രയാസമുണ്ടെങ്കിലും ആമേൻ സ്തോത്രം, വളരെ പ്രത്യാശയോടുകൂടെ തന്നെ ഇന്ന് പല കാലമായിരിക്കുന്നു താൻ പ്രിയം വെച്ചതായിരിക്കുന്ന കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ആമേൻ താൻ തികച്ചു. ആമേൻ സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ വിളിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോസ്തലനാകുന്ന പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത് പോലെ ആമേൻ, ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്നത് എനിക്ക് ലാഭമാണ്. തന്നെ ഏൽപ്പിച്ചതായിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തയോടെ നിൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. കർത്താവദാസന്റെ പ്രാർത്ഥനയും ശുശ്രൂഷകളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായിരുന്നു. ആമേൻ. കർത്താവദാസി കുഞ്ഞുങ്ങളും പ്രിയപ്പെട്ടവരൊക്കെ ദുഃഖത്തോടെ ആയിരിക്കുന്നെങ്കിലും സുരക്ഷിതനായ ദൈവം അവരെ ആശ്വസിപ്പിക്കട്ടെ എന്ന് ദൈവാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ബന്ധുക്കോസ്വരോഷിപ്പിന്റെ ദൈവസഭ മതമാ ദൈവസഭയുടെയും അവിടെയുള്ള എല്ലാ ദൈവങ്ങളുടെ പേരിലും ഞങ്ങളുടെയും കുടുംബത്തിന്റെയും പേരിലും പ്രത്യാശയും ദുഃഖവും അറിയിച്ചുകൊണ്ട് ദൈവത്തിന് താണിരിക്കുന്നു. ദൈവജനത്താൽ പ്രിയപ്പെട്ടവരധികം ആശ്വസിപ്പിക്കുമാറാകട്ടെ. കർത്താവിന്റെ ദാസൻ ടി കെ തങ്കച്ചൻ മുമ്പോട്ട് കടന്നു വന്ന് ആശ്വാസവചനങ്ങൾ. കർത്താവിന്റെ പരിശുദ്ധനാമത്തിന് നന്ദി പറയുന്നു. ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന ബഹുമാന്യ ദേവദാസൻ, ദേവസഭയുടെ ജനറൽ സെക്രട്ടറി, എൻ്റെ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന ബഹുമാന്യ ദേവദാസന്മാരും ഒക്കെ അലങ്കരിക്കപ്പെട്ട ഒരു നിമിഷം. ഞാനിവിടെ നിൽക്കുമ്പോൾ എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് നല്ല ഒരു നിശ്ചയത്തിലല്ല നിൽക്കുന്നത്. മരണമെന്നുള്ളത് മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു നിയമമാണ്. അതിൽ നിന്ന് നമുക്ക് മാറി നിൽക്കുവാനോ ഒരു അവധി നിശ്ചയിക്കുവാനോ നമുക്ക് കഴിയുകയില്ല. എങ്കിൽ കൂടി എന്നെ ഭാരപ്പെടുത്തിയ ഒട്ടനവധി പ്രശ്നങ്ങൾ ഇതിനിടയിലുണ്ട്. ഞാനും ബഹുമാന്യ ദേവദാസനുമായി ബന്ധപ്പെട്ട് ചില വർഷങ്ങൾ ഞാൻ ഈ സഭയിൽ ചേർന്ന് ഞങ്ങളുടെ പ്രദേശത്ത് കർത്താവിൻ്റെ വേലയോടായിരിക്കുമ്പോൾ തന്നെ തൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വളരെ ചെറുപ്പമാണ്. പ്രിയപ്പെട്ട ദേവദാസിയും ദേവദാസനും ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് നല്ല ഒരു ആത്മീയ ഭൗതികമായ നിലയിൽ തന്നെ മനുഷ്യന്റെ വേദനകൾ അറിഞ്ഞ് ഇടപെടുവാൻ പ്രിയപ്പെട്ടവരെ കർത്താവ് ഒരുക്കിക്കൊണ്ടിരുന്നു. ദുഃഖത്തിലും കഷ്ടതയിലുമൊക്കെ സന്തോഷത്തിലുമൊക്കെ ഒരേ മുഖം ഞാൻ കണ്ടത് ബഹുമാന്യ ദൈവദാസനിലൂടെയാണ്. ഇത് നമ്മുടെ ഫെലോഷിപ്പ് ദൈവസഭയ്ക്ക് ഒരു വലിയ നഷ്ടം തന്നെയാണ്, ഒരൊഴിച്ചുകൂടാത്ത ഒരു വിടവ് തന്നെയാണ്. എങ്കിൽ കൂടെ നമുക്ക് അത് പ്രത്യാശയോടെ നിലനിൽക്കാം. നമ്മുടെ 43ാമത് ജനറൽ കൺവെൻഷനുള്ള ബന്ധത്തില് ഞാനും ബഹുമാനപ്പെട്ട ദേവദാസനുമാണ് ഞങ്ങളുടെ കിച്ചന്റെ ചുമതലയിൽ നിൽക്കുവാനിടയായി തീർന്നത്. അതാണ് എനിക്ക് സഹിക്കാൻ വയ്യാത്ത. വളരെ ആത്മാർത്ഥമായി ഞങ്ങൾ കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തുവാൻ സ്വർഗ്ഗത്തിൽ ദൈവം ഇടയാക്കി. അതിനുശേഷം 2 സ്ഥലങ്ങളിൽ പോയി ഞങ്ങൾക്ക് സഭാ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ഇടയായി തീർന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഭവനത്തിൽ ഇരിക്കുമ്പോൾ ഒരു പ്രഭാത വാർത്ത ഫോണിൽ കാണുവാനിടയായി. ബഹുമാനപ്പെട്ട ദേവദാസൻ നമ്മളിൽ നിന്ന് വിട പറയുന്നു. ഒരു അരമണിക്കൂർ സമയത്തോളം ഞാൻ എൻ്റെ ഇരുന്ന സീറ്റിൽ തന്നെ ഇരുന്ന് എന്തെന്നറിയാത്തൊരു നിമിഷം എൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വളരെ ഭയന്നു. കാരണം ഞാൻ ചെറിയ രോഗമൊക്കെ ഉള്ള ആളാണ്. എൻ്റെ ഇരിപ്പും നിലപാടുമൊക്കെ കണ്ടിട്ട് മക്കളൊക്കെ ഭയപ്പെട്ടു. അവരെ ഞാൻ ഈ ഫോൺ എടുത്ത് കാണിച്ചു. അവരും വളരെ വേദനയോട് അതിനെ ഉൾക്കൊള്ളുവാനിടയായിട്ട്. ആ കുഞ്ഞുങ്ങളും ആ നിലവാരത്തിൽ തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ ഇടപെടിയിൽ എനിക്ക് അനുഭവിക്കുവാനിടയായി തീർന്നത്. പ്രിയ മൂത്ത പൈതൽ എൻ്റെ സഭയിൽ 1 വർഷത്തോളം ഞാൻ ആ സഭയിൽ വർക്ക് ചെയ്യുവാനിടയായി. തൻ്റെ യാത്രയൊക്കെ ഞാൻ അവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് എന്നെ വിദേശത്തേക്ക് അയക്കുവാൻ കർത്താവ് ഇടയാക്കി തീർത്തു. ഇന്ന് വേൽക്കാലം ഞാൻ ഓർത്തു പോവുകയാണ്. അനേക ദേവദാസന്മാർ ഈ ലോകത്തുനിന്ന് തന്നെ ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷ പൂർത്തീകരിച്ച് കടന്നു പോകുമ്പോൾ ആ ചുവട് മുൻപോട്ട് വയ്ക്കുവാൻ പല ഭവനങ്ങളിലും തലമുറകളില്ലാതെ പോവുകയാണ്. ഓർമ്മിപ്പിക്കട്ടെ, എവിടെ തന്റെ ശുശ്രൂഷ പര്യവസാനിക്കുവോ
അവിടുന്ന് പ്രിയ കുഞ്ഞുങ്ങൾ ഈ ശുശ്രൂഷയ്ക്ക് ചുമല് കൊടുക്കണം, അതിനുള്ള അവസരങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കണം എന്ന് ഞാൻ ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഏതെങ്കിലും ജോലി നിലവാരത്തിലോ മറ്റേതെങ്കിലുമൊക്കെ അവരുടെ ഭൗതികമായ ജീവിത ലോകത്തിലായിരിക്കാം. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാർത്ഥമായി പറയട്ടെ, ഈ ഭവനം തലമുറകളായി കർത്താവിനെ അറിഞ്ഞു വന്ന ഒരു ഭവനമാണ്. പ്രിയ പിതാവ് ഒക്കെ ആരോഗ്യത്തോടെ അല്ലെങ്കിൽ പോലും വാർദ്ധക്യത്തിലിരിക്കുന്നെങ്കിലും തന്റെ പ്രയത്നത്തിന്റെ ഫലമാണ് ഇന്ന് കാലം തലമുറയൊക്കെ ദൈവത്തെ അറിഞ്ഞു. ഈ പ്രസ്ഥാനം ഇത്രത്തോളം വളരുവാൻ ദൈവമായ കർത്താവ് പ്രിയപ്പെട്ടതിലൂടെയൊക്കെയാണ്. കഴിഞ്ഞകാല പിതാക്കന്മാരുടെ അധ്വാനവും അവരുടെ കണ്ണുനീരും ഒന്നും നമുക്ക് നഷ്ടമല്ല. തുടർന്ന് ആത്മാർത്ഥമായി കർത്താവ് നമ്മെ ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ഭംഗിയായി ചെയ്ത് നമ്മുടെ തലമുറയെക്കൊണ്ട് നാം സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ തലമുറകൾ നാം ചുമക്കുന്ന ഈ പെട്ടകം ചുമക്കണമെന്നുള്ള ആത്മീയ ബോധവും പ്രത്യാശയും നമുക്കുണ്ടാകണം. അതിനുവേണ്ടി ദൈവദാസന്മാർ പണിയെടുത്ത് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇടയാകട്ടെ എന്നത് മാത്രമാണ് ഞാൻ ഒരു പൽക്കാലം ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ദുഃഖങ്ങളും നിരാശകളും ഒക്കെ മാറുവാൻ ഒരു സുദിനം നമ്മുടെ മുമ്പിൽ കർത്താവ് ഒരുക്കിയിട്ടുണ്ട് എന്ന് ഞാൻ നമുക്ക് ഓർമ്മിപ്പിക്കുന്നു. സമയപരിധിയെ ഞാൻ ഭയപ്പെടുകയാണ്. കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു, തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. സങ്കീർത്തനം 116:15 ഇങ്ങനെയാണ് കാണുന്നത്. അതുകൊണ്ട് പകൽക്കാൻ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, നമുക്ക് നിരാശയ്ക്ക് വഴിയില്ല. തീർച്ചയായും നമ്മുടെ കർത്താവിന്റെ ദാസൻ പോയ ഈ വഴിയെ നാം ഓരോരുത്തരും പോകേണ്ടവരാണ്. ഈ ഒരു വാക്ക് നമ്മുടെ കണവല സഭയിൽ ഞാൻ ഓർമ്മിപ്പിച്ചതിന് പിന്നാലെ ദൈവദാസിനെ ഓർമ്മിപ്പിക്കുവാനിടയായി തീർന്നു. നമ്മുടെ ബഹുമാന്യ ദൈവദാസ ഷാജി പാഷയുടെ മാതാവിന്റെ മരണം കണ്ട് അദ്ദേഹം പറഞ്ഞു, എനിക്കും ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊരു വാക്ക് ഉപയോഗിച്ചപ്പോൾ എന്റെ കണ്ണുകൾ ഹൃദയപ്പെടുവാനിടയായി. കൊലോസ്യ ലേഖനം ഇപ്രകാരം പറയുന്നു, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ ദൈവത്തിൽ മറഞ്ഞിരിക്കുകയാണ്. ശ്രോത്രം ഹാലേലിയ. ഒരല്പസമയത്തേക്ക് ഒരു മറവിൽ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന ഭക്തൻ ഹാലേലിയ തേജോമനായ ക്രിസ്തു തേജസ്സോടെ വെളിപ്പെടുമ്പോൾ അവനോട് കൂടെ വെളിപ്പെടുവാനിടയായി തീരും. ആ ബ്രാക്കറ്റ് സമയം, അല്പസമയം ഈ കഴിഞ്ഞ ദീർഘവർഷങ്ങൾ കർത്താവിനെ വേല ചെയ്തു. തനിക്കൊരു വിശ്രമം ആവശ്യമാണ്. ദൈവത്തിന് ആഗ്രഹമുണ്ടായിരുന്നതുകൊണ്ട് തന്നെ വിശ്രമത്തിന് സമയത്തിലേക്ക് വേർതിരിച്ചിരിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം എന്നുള്ള വലിയ പ്രത്യാശയോടെ ഞാൻ പ്രതിദാനം ചെയ്യുന്ന മുട്ടപ്പള്ളിയുടെ പ്രിയമി സഭയും അവിടെയുള്ള എല്ലാ കുടുംബങ്ങളും എൻ്റെ വ്യക്തിപരമായി എല്ലാ പ്രത്യാശ വാക്കുകളും അറിയിച്ചുകൊണ്ട് എനിക്ക് സമയം തന്ന ദൈവദാസനോട് നന്ദി അറിയിച്ചുകൊണ്ട് ദൈവങ്ങളിരിക്കുന്ന ദൈവങ്ങളിരിക്കും. പൂർണ്ണ ഭവനത്തിലെ ഒരു അംഗം കൂടി ആയിരിക്കുന്ന ബന്ധുകൂടിയായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ബിജു പാസ്റ്റർ WME കുമളി ദൈവസഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസനെ ആശ്വാസവചനം അറിയിക്കുവാൻ ശ്രമിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. അവിടെ നിന്ന് വാങ്ങിപ്പോയ പ്രിയ ബഹുമാന്യ ദേവദാസൻ പ്രിയ സൗചാന്റെ ദേഹവിയോഗത്തിൽ ദുഃഖിതരായിരിക്കുന്ന പ്രിയ കുടുംബം, ദൈവസഭ, ബന്ധുമിത്രാദികൾ, സ്നേഹിതർ എല്ലാവർക്കും ക്രിസ്തയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ദൈവസ്വം അറിയിക്കുന്നു. ദീർഘവർഷം കർത്താവിൻ്റെ പേരിലുള്ള ബന്ധത്തിൽ ദൈവം തന്നെ ആക്കിയ സ്ഥാനത്ത് വിശ്വസ്തയോടെ നിൽക്കുവാനുള്ള ഒരു വലിയ കൃപ ലഭിച്ച ഒരു കർത്തൃദാസനാണ് നമ്മിൽ നിന്ന് വാങ്ങിപ്പോയത്. ശേഷാത്മീയ ബന്ധം ഏറ്റവും വലുതാണല്ലോ. അപ്പോൾ തന്നെ ഭൗതികമായ ഒരു നല്ല ബന്ധം പ്രിയ കർത്തൃദാസനുമായിട്ട് ഈ കുടുംബത്തിൽ വന്ന് ചേർന്ന സമയം മുതൽ ഉള്ള ദൈവസ്നേഹം ഞങ്ങൾക്ക് നിലനിർത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇരുത്തിക്കിലെ പ്രിയമ്മച്ചിയുടെ വേർപാടിൽ കിടന്നു വന്നപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വന്ന പ്രിയ സൗജന്യമായിട്ട് സംസാരിക്കുവാൻ, ക്ഷേമകാര്യങ്ങളൊക്കെ അറിയുവാൻ ഇടയായി തീർന്നു. എന്നാൽ രോഗത്തിൻ്റെ ക്ലേശം ശരീരത്തിലുണ്ടെങ്കിലും ഇത്ര വേഗം ഈ ലോകം വിട്ടു പോകുമെന്ന് വിചാരിച്ചില്ല. എങ്കിലും ദൈവത്തിന് ഇഷ്ടമാണല്ലോ നമ്മുടെ ജീവിതത്തിലെല്ലാം നടക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ഭാഗത്ത് മാനുഷിക വേർപാട് ദുഃഖങ്ങളുടെ ആഴം വർദ്ധിക്കുമ്പോൾ അതിലായി കവിയുന്ന ദൈവിക പ്രത്യാശ നമുക്കുണ്ട്. ദൈവത്തെ ആശ്വസിപ്പിക്കട്ടെ എന്ന് ഓർപ്പിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലുള്ളതായ ദുഃഖവും പ്രത്യാശയും ഈ തരണത്തിൽ അറിയിച്ചുകൊണ്ട് സമയത്തെ വർദ്ധിച്ചെന്ന പ്രിയപ്പെട്ടവരോട് നന്ദി അറിയിക്കുന്നു. ദൈവം സഹായിക്കും. എല്ലാ ദേവദാസന്മാർ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവായ ദൈവം നമ്മെ
ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. ശ്രേഷ്ഠ ദൈവവൃത്തി നമ്മെ വിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടത്താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോകുവാനായിട്ട് ഇടയായി തീർന്നതും കഴിഞ്ഞ ദിവസം എൻ്റെ സ്നേഹിതൻ പ്രജി പാസ്റ്ററാണ് ഇങ്ങനെ ദേവദാസൻ്റെ ഭരണത്തെക്കുറിച്ച് പറയുവാനായിട്ട് ഇടയായി തീർന്നു. കേട്ടപ്പോൾ തന്നെ വളരെ വിഷമം തോന്നി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. തൻ്റെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുവാനും ആ കർത്താവിന് വേണ്ടി ജീവിക്കുവാനും വിശേഷാൽ ആ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ തന്നാലാവത് ഒരുപാട് കഷ്ടങ്ങളും ക്ലേശങ്ങളും ഒക്കെ സഹിച്ച് അധ്വാനിക്കുവാനും അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാനും തൻ്റെ ദാസൻ്റെ ഈ ജീവിത കാലഘട്ടത്തിൽ ദൈവം ഇടയാക്കിയല്ലോ. ദൈവത്തിൻ്റെ വചനം നാം പഠിക്കുമ്പോൾ അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവർ ആമേൻ ആകാശമണ്ഡലങ്ങളിൽ ജ്യോതിഷുകളെ പോലെ ആയിരിക്കും എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവം ഒരു മഹാപ്രതിഫലം ഒരുക്കിയിട്ടുണ്ട് എന്നൊരു പൂർണ്ണ വിശ്വാസം ദൈവജനത്തിൽ നിന്ന് പഠിക്കുമ്പോൾ എനിക്കും ഉണ്ട്. ആ ആശ്വാസം ഈ ഭവനത്തെ തന്റെ പ്രിയപ്പെട്ടവരെയും കുഞ്ഞുങ്ങളെയും നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. ഒരു വാക്യം ഞാൻ ഇങ്ങനെ ദൈവജനത്തിൽ എന്ന് പറയുകയാണ്. എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിച്ച മൃതന്മാർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ അവരുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു, അവരുടെ പ്രവൃത്തികൾ അവരെ പിന്തുടരും എന്ന് ആത്മാവ് പറയും. കർത്താവിന് വേണ്ടി ഈ ലോക ജീവിതത്തിൽ ഒരുപാട് അധ്വാനിച്ചു, ഒരുപാട് കഠിന പ്രയത്നം ചെയ്ത കർത്താവിന്റെ ദാസൻ താൻ പ്രിയം വെച്ച കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒരു വിശ്രമത്തിനായിട്ട് കടന്നുപോയിരിക്കുകയാണല്ലോ. വിശ്രമത്തിന്റെ അനന്തരമായിട്ട് ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ താനും കർത്താവിന്റെ സന്നിധിയിൽ അനേക വിശുദ്ധന്മാരോടുകൂടെ വെളിപ്പെടുന്ന ഒരു മഹാസുദിനം ഉണ്ട്. ദൈവജനം പറഞ്ഞ് ഇങ്ങനെ നാം എല്ലാവരും കർത്താവിനോട് കൂടി ഇരിക്കുമെന്നാണ്. അങ്ങനെയെങ്കിൽ തൻ്റെ വേല തികച്ച് വിശ്രമ നാട്ടിലേക്ക് കടന്നുപോയി ദൈവത്തിൽ നിന്നും തന്റെ പ്രതിഫലം വാങ്ങുവാൻ കടന്നുപോയ കർത്താവിന്റെ ദാസന്റെ യാത്രയിൽ എൻ്റെ എല്ലാ യാത്രാമംഗളും നേരുന്നതോടൊപ്പം തൻ്റെ വേർപാടിൽ ദുഃഖാർത്തരായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ചേർന്ന് ഞാനും എൻ്റെ കുടുംബത്തിൻ്റെയും ദുഃഖവും അനുശോചനവും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രത്യാശയോടുകൂടെ നമുക്ക് എല്ലാവർക്കും ദൈവസ്ഥലായിരിക്കാം. ദൈവദാസൻ നമ്മെ വിട്ട് കടന്നുപോയെങ്കിലും താൻ ഇന്നുവരെയും ആരാധിക്കുകയും താൻ ഉയർത്തുകയും ചെയ്ത ക്രിസ്തുവിൽ അമ്മ വളരെ സന്തോഷത്തോടെ വിശ്രമിക്കുന്നു. മുഖാമുഖം നമുക്ക് കാണുവാൻ ഒരു സുദിനമുണ്ട് എന്നുള്ള പ്രത്യാശയോടുകൂടെ എനിക്ക് സമയങ്ങൾ വേർതിരിച്ച് നൽകിയ ബഹുമാനിയ കർത്തൃദാസന്മാർക്ക് ശേഷം ദൈവസഭയ്ക്കും നന്ദി പറയുന്നതോടൊപ്പം കനകപ്പുരം ശ്രീനിപുരം ദേശത്തുള്ള എൻ്റെ ഒരു ചെറിയ സഭ റെഡീമിംഗ് ഗോസ്പൽ മിനിസ്ട്രി എന്ന് പറയുന്ന ദൈവസഭയുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും അനുശോചന പ്രത്യാശ അറിയിക്കുന്നു. ദൈവം നമ്മെ ആശ്വസിപ്പിക്കട്ടെ. ദാസനുള്ള നന്ദിയായിരിക്കുന്നു. തുടർന്ന് പെൺകുടി CMS ചർച്ചിന്റെ ഉപദേഷ്ടാവ് വർക്കറുമായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ജോയി അങ്ങോട്ട് കടന്നുവന്ന് ആശ്വാസമാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്റെ വേർപാടുമായിട്ട് ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന പ്രിയപ്പെട്ട പാസ്റ്റർ, കടന്നു വന്നിരിക്കുന്ന വിവിധ ദേവാലയങ്ങളിലെ ശുശ്രൂഷകര്, ദൂരെ നിന്നും കടന്നു വന്നിട്ടുള്ള ബന്ധുമിത്രാദികള്, ഭവനത്തിലായിരിക്കുന്ന ദുഃഖത്തിലായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, മരണമെന്ന് പറയുന്നത് എപ്പോഴും ഒരു ദുഃഖത്തിന്റെ അവസ്ഥയാണ്. നമ്മൾക്കൊക്കെയും വളരെയേറെ ഭാരങ്ങൾ പ്രയാസങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സുനിശ്ചിതമായിട്ട് 100% ഉറപ്പായിട്ട് പറയാവുന്ന ഒരേ ഒരു കാര്യം മാത്രമാണ് മരണം. അത് ദൈവത്താൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിനൊരിക്കലും ഒരു മാറ്റവും ഉണ്ടാകില്ല. എന്നാലും വചനം പറയുന്നു, ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത് എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്രകാരം തന്നെ ഒരു ഭക്തനായിരിക്കുക, ദൈവത്തിന് വിലയേറിയവനായിരിക്കുക എന്നുള്ളത് ഈ സാമൂഹിക ലോകത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് വളരെയേറെ പ്രയാസങ്ങൾ, വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ്. എങ്കിലും വചനം പറയുന്നത് ഭക്തനായിരിക്കുക, ആ ഭക്തന്റെ മരണമാണ് യഹോവയ്ക്ക് വിലയേറിയത്. പൊന്നിനേക്കാളും വജ്രങ്ങളെക്കാളും അതുപോലെ ഏതൊരു വസ്തുവിനേക്കാളും ഏറ്റവും വിലയേറിയതാണ് ഒരു ഭക്തന്റെ മരണമാകുന്നു. എന്തുകൊണ്ടെന്നാൽ അനേക വാസസ്ഥലങ്ങൾ ഒരുക്കിയിട്ടിരിക്കുന്ന ആ വാസസ്ഥലത്തേക്കാണ്
ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ വാസസ്ഥലത്ത് ചെല്ലുമ്പോൾ ആ ദൈവത്തിന് വളരെയേറെ സന്തോഷമുണ്ടാകുന്ന അവസ്ഥയാണ്. പിന്നെ വീണ്ടും ഈശോയുടെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന് പറയുന്നു. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട ഭവനത്തോട്, പ്രിയപ്പെട്ടവരോട് എനിക്കും പറയുവാനുള്ളത്, നമ്മൾ ഭയപ്പെടേണ്ട, ദൈവം നമ്മളോട് കൂടെയുണ്ട്. നമുക്ക് ആ സന്ദർഭം വ്യക്തമായിട്ട് അറിയാം. യോശുവ എന്ന് പറയുന്ന തൻ്റെ ജനത്തെ നയിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ മകനായിരിക്കുന്ന യോശുവ, ഈ ജനങ്ങളെ ഞാൻ എങ്ങനെയാണ് നയിച്ചുകൊണ്ട് പോകുന്നത്, അതിന് പിറകിലുള്ളത് ഇത്രയും നാൾ നയിച്ചുകൊണ്ടിരുന്ന മോശ മരിച്ചു പോയിരിക്കുന്നു. ആ ലീഡറായിരുന്ന, ആ നയിച്ചുകൊണ്ടിരിക്കുന്ന നായകനായിരിക്കുന്ന മോശ മരിച്ചപ്പോൾ താൻ ഈ ജനങ്ങളെ എങ്ങനെ നയിച്ചുകൊണ്ട് പോകും എന്നുള്ളൊരു ഭയം യോശുവയ്ക്കുണ്ടായപ്പോൾ കർത്താവ് യോശുവയോട് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടി ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും നയിച്ചുകൊണ്ട് പോന്നിരിക്കുന്ന ഒരാൾ നമ്മുടെ ഭവനത്തെ ആണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ ആണെങ്കിലും നമ്മുടെ ബന്ധുമിത്രാദികളെ ആണെങ്കിലും ഒക്കെ നയിച്ചുകൊണ്ട് പോയിരുന്ന ഒരു വ്യക്തി ഈ ലോകത്ത് നിന്നും വേർപെടുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇനി ഞാൻ എങ്ങനെയാണ് എൻ്റെ ഭർത്താവില്ലാതെ, എൻ്റെ അച്ഛനില്ലാതെ, എൻ്റെ മകനില്ലാതെ, എൻ്റെ മകൾ, അങ്ങനെയുള്ള എൻ്റെ ഏറ്റവും അടുത്തുള്ള എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന, എന്നെ നടത്തിക്കൊണ്ടിരുന്ന എൻ്റെ വ്യക്തി ജീവിതത്തിൽ എന്നെ ഏറെ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ആൾ വിട്ടുപോകുമ്പോൾ ഞാൻ ഇനി മുന്നോട്ട് എങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിക്കുന്ന അനേകരുണ്ട്. എന്നാലും പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളോട് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട ഭവനത്തോട് എനിക്ക് ആശ്വാസവചനമായിട്ട് പറയാനുള്ളത്, നമ്മൾ ആരും ഭയപ്പെടേണ്ട, കർത്താവ് നമ്മളോട് കൂടി എപ്പോഴും ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ട മരിച്ച സഹോദരൻ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ അടുത്തൊരു സുഹൃത്താണ്. ഞങ്ങൾ പഠിക്കുന്ന കാലം മുതൽ ഒന്നിച്ച് ഒരു ക്ലാസ്സിലായിരിക്കും ഒന്നിച്ചൊരേ കാലഘട്ടത്തിൽ പഠിച്ച് ആ കാലഘട്ടം തൊട്ട് ഉള്ള പരിചയമുണ്ട്. അതിലുപരിയായിട്ട് ഞങ്ങൾ സഭാസംബന്ധമായിട്ടൊക്കെ ഞങ്ങളുടെ ചെറുപ്പകാലങ്ങളിൽ ഞങ്ങൾക്ക് വളരെയേറെ സ്ഥലങ്ങളിൽ ഒന്നിച്ച് പ്രവർത്തിക്കുവാനും സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ബെൻഗുനി സാഗ്ലിക്കൻ ദേവാലയത്തിന്റെ ശുശ്രൂഷകനായിട്ട് ഞാൻ വന്നപ്പോൾ പലപ്പോഴും ഞങ്ങൾക്ക് കണ്ടുമുട്ടുവാനും ഈ ഭവനത്തിൽ എനിക്ക് കടന്നു വരുവാനും സാധിച്ചിട്ടുണ്ട്. ഞാൻ കടന്നു വരുന്ന സമയങ്ങളിലൊക്കെയും ആ പഴയ ചിരിയോടുകൂടി, എപ്പോഴും നല്ല ചിരിയോടുകൂടി എന്നെ, കഴിഞ്ഞ കാലം വരെ എന്നെ പേരാണ് വിളിച്ചോണ്ടിരുന്നത്, ജോയി എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. എങ്കിൽ ഇപ്പോൾ അങ്ങനെ വിളിക്കില്ല. എങ്കിലും വളരെയേറെ ചിരിയോടുകൂടി, സന്തോഷത്തോടുകൂടി ഈ ഭവനത്തിൽ എന്നെയും സ്വീകരിച്ച് മാനിക്കുവാൻ പ്രിയപ്പെട്ട ദൈവദാസങ്ങൾ കൂടി ചേർന്ന് എനിക്ക് സന്തോഷം ഉളവാക്കിയ സന്ദർഭങ്ങൾ വളരെയേറെ ഉണ്ട്. എങ്കിലും എൻ്റെ ഈ പ്രിയപ്പെട്ട സഹോദരന്റെ വേർപാട് എനിക്കും എന്റെ സഭയ്ക്കും, എന്റെ സഭയിലുള്ള അനേകര് ഈ ഭവനമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, ബന്ധത്തിലുള്ളവരുണ്ട്, സ്വന്തത്തിലുള്ളവരുണ്ട്. എൻ്റെ സഭയിലുള്ള അനേക ജനങ്ങൾക്കും എനിക്കും വ്യക്തിപരമായി കുടുംബങ്ങളോടൊപ്പമായി സങ്കടമുണ്ട്, വളരെയേറെ പ്രയാസങ്ങളുണ്ട്. ഞങ്ങളുടെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുകയാണ്. എൻ്റെയും എൻ്റെ വ്യക്തിപരമായി എൻ്റെ ഭവനത്തിൻ്റെയും അതോടൊപ്പം തന്നെ അതിലുപരിയായിട്ട് ആംഗ്ലിക്കൻ ദേവാലയം, ബെൻഗുനി ആംഗ്ലിക്കൻ ദേവാലയത്തിൻ്റെയും അനുശോചനവും ദുഃഖവും പ്രാർത്ഥനയും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ചെറിയ ശുശ്രൂഷയിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.
പറയുവാൻ കഴിയുന്നില്ലെന്ന കർത്താവിന്റെ ദാസനെ കണ്ട അന്ന് മുതൽ ഇന്ന് വരെ എപ്പോഴും സന്തോഷത്തോടും സ്നേഹത്തോടുമായിരിക്കുന്ന അവസ്ഥയായിരുന്നു. പ്രത്യേക ഞങ്ങളുടെ ആ പള്ളി സഭയിൽ ഒരു വർഷക്കാലം കർത്താവിന്റെ വേലയുടെ മുഖത്തായിരുന്നു. ഇന്നത്തെ ഞങ്ങൾക്ക് വേണ്ടി കുടുംബമായി കടന്നു വരികയും പ്രാർത്ഥിക്കുകയും ആത്മാർത്ഥമായി ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്ത അവസ്ഥയുണ്ട്. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേക കർത്താവിന്റെ ഈ കാര്യം ഞങ്ങളെ വിളിച്ചറിയിച്ചപ്പോൾ പെട്ടെന്ന് ശരീരത്തിന് വളരെ അസ്വസ്ഥ ഉണ്ടാകുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ വചനം പറഞ്ഞാൽ ഏത് മനുഷ്യന് ഉറച്ചുന്നാലും വിശ്വാസം അത്രയെന്ന ദൈവത്തിന്റെ വചനമുള്ളതുപോലെ കർത്താവിന്റെ സമയമായപ്പോൾ കർത്താവിന്റെ ദാസനെ ദൈവം കഷ്ടതയില്ലാത്ത നാട്ടിലേക്ക് ദൈവം ചേർക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. കാലം പ്രത്യേക കർത്താവിന്റെ ദാസൻ ഞങ്ങളുടെ തിലാപ്പള്ളി സഭയിലായിരുന്നപ്പോൾ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വരികയും വിശ്രമിക്കുകയും സന്തോഷം അനുഭവിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത അവസ്ഥയുണ്ട്. ഒരു ദിവസക്കാരൻ ഞാൻ ദിവസങ്ങളെ ഓർക്കുവാനിടയായി തീർന്നു. ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്നപ്പോൾ ഞങ്ങൾ കുമ്പനാടിൻ്റെ ഉദ്ദേശ കർത്താവിന്റെ വേലയിലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് വെള്ളം വളരെ കുറവായിരുന്നതിനാൽ കർത്താവിന്റെ ദാസൻ തോട്ടിൽ നിന്ന് കുളിച്ചിട്ട് കയറി വന്ന് ചാറിനകത്തൊരു വെള്ളം ഞങ്ങൾ വരുമ്പോൾ വെള്ളമില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ കടന്നു വന്നപ്പോൾ ആ വെള്ളം കണ്ടപ്പോൾ കർത്താവിന്റെ ദാസൻ കൊണ്ട് വെച്ചതാണെന്ന് എനിക്ക് മനസ്സിലാകുവാനിടയായി തീർന്നു. മാത്രമല്ല കർത്താവിന്റെ ദാസിയോട് ചോദിച്ചപ്പോൾ കർത്താവിന്റെ ദാസൻ നിങ്ങൾ വരുമ്പോൾ വെള്ളമില്ലാത്ത അവസ്ഥയാണല്ലോ എന്ന് ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ഞാൻ അത് കഴിഞ്ഞ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇനി അപ്രകാരമുള്ള അവസ്ഥ കർത്താവിന്റെ ദാസൻ ഞങ്ങൾക്ക് അത് ചെയ്യരുതെന്ന് പറയുവാനിടയായി തീർന്നു. കഴിഞ്ഞ 43-ാമത് കടവല കൺവെൻഷനിൽ കാൻഡിയിലായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു കർത്താവിന്റെ ദാസന് പ്രകാരം ജോലിയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ അമ്മ എനിക്കൊരു കുഴപ്പവുമില്ല, എനിക്ക് ശരീരത്തിന് സുഖമുണ്ടെന്ന് പറയുവാനിടയായി തീർന്നു. സ്തോത്രം. എന്നാൽ കർത്താവ് സമയമായപ്പോൾ ദൈവം വിളിച്ച് വേർതിരിച്ചു. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ വചനം പറയുന്ന പോലെ ഞാൻ നല്ലപോലെ തോട്ടം തേച്ചു വിശ്വാസം നീതിയുടെ കിരീടം എനിക്കായി വെച്ച് നീതിയുടെ കിരീടം പ്രാപിപ്പാൻ ഇവിടെയാക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. കർത്താവാൻ ഗംഭീരനാഥത്തോടും പ്രധാനത്തിന് സത്യത്തോടും സ്വർഗത്തിൽ ഇറങ്ങി വരി മരിച്ചവർ എഴുത്തേൽക്കുകയും ചെയ്യുന്ന നിമിഷത്തിലാണ് നമ്മൾക്ക് ആ പൊൻവലി കർത്താവിന്റെ ദാസനെ കാണാമെന്ന പ്രത്യാശയോടുകൂടെ ഞാനായിരിക്കുന്നു. പ്രത്യേകാൽ ഫെലോഷിപ്പിന്റെ ദൈവസഭയുടെ ലേഡീസ് ഫെലോഷിപ്പിന്റെ നാമത്തിലും പ്രത്യേക ദൈവസഭയുടെ നാമത്തിലും ഞങ്ങളുടെ കുടുംബമായ വ്യക്തിപരമായ നാമത്തിലും ഞാൻ അനുസരണ അർപ്പിച്ചുള്ള വാക്കുകളെന്ന് സംബന്ധം കർത്താവിന്റെ ദാസന് നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിലനിൽക്കുന്നു. വൈസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിന്റെ ദാസൻ സുഭാഷ് പാസ്റ്റർ മുമ്പോട്ട് കടന്നു വന്ന് ആശ്വാസവചനങ്ങൾ അറിയിക്കും. ബഹുമാനിയ കർത്താവിന്റെ ദാസൻ, വീട്ടിലായിരിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠന്മാരായ ദൈവത്തിന്റെ ദാസന്മാർ, പ്രിയ ഭവനം, പ്രിയ മാമ, മക്കൾ, ബന്ധുമിത്രാദികൾ, നിങ്ങളോടൊപ്പമായി ഈ പകലായിരിക്കുന്നതിൽ ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളോട് ബഹുമാനിയ കർത്താവിന്റെ ദാസ പാസ്റ്ററുടെ വേർപാട് ഒരിക്കലും ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഒരു സാഹചര്യമാണല്ലോ. കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ചയുടെ പകൽവേളയിൽ ആ വാർത്ത അറിഞ്ഞ സമയം മുതൽ പ്രാർത്ഥിപ്പാനും കർത്താവിന്റെ ദാസനെ പറ്റിയുള്ള ചിന്തകളൊക്കെ പല നിലകളിൽ എൻ്റെ മനസ്സിൽ കൂടി ഇങ്ങനെ കടന്നു പോവുകയുണ്ടായി. കാരണം മറ്റൊന്നുമില്ല, പരസ്പരം ഞങ്ങൾ കണ്ടുമുട്ടിയ ആ സമയം മുതൽ ദാസന്റെ സംസാരവും വാക്കുകളുമൊക്കെ എന്നെ ഒരുപാട് ചിന്തിപ്പിക്കുകയും എന്നെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു പ്രിയ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ. ഭക്തന്റെ വാക്കുകൾ അത് വളരെ ജ്ഞാനമേറിയതായിരുന്നു. മാത്രമല്ല ശാന്തതയോടെ സൗമ്യമായി ഏത് വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നതാകുന്ന പക്വതയും പാകതയുമൊക്കെയുള്ള ഞങ്ങളുടെ ശ്രേഷ്ഠദാസന്റെ വേർപാട്
ഞങ്ങളുടെ ഫെലോഷിപ്പ് കുടുംബത്തിന് ഇന്നും ഒരു നഷ്ടമാണ്. കാരണം ഈ കാലഘട്ടങ്ങളിലൊക്കെയും ദൈവസഭയുടെ പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ ഞാനിങ്ങനെ പലപ്പോഴും രാത്രിയാമങ്ങളിൽ ചിന്തിക്കുമ്പോൾ പ്രിയ കർത്താവിന്റെ ദാസന്റെ പേരുകളും ഓർമ്മകളും എൻ്റെ മനസ്സിലേക്ക് വരും. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് നല്ലൊരു പ്രവർത്തനമൊക്കെയും കാഴ്ചവെക്കണമെന്ന് ചിന്തിച്ചിട്ട ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. എങ്കിലും കർത്താവ് വിളിക്കുമ്പോൾ നാം എല്ലാവരും ഇവിടെ വിട്ടു പോകണമല്ലോ. ഇത് നമുക്കൊരു പ്രദേശവാസമാണല്ലോ. എങ്കിൽ തന്നെയും പ്രത്യാശയും ധൈര്യവും നമുക്കുണ്ട്. അപ്പോസ്തലനാകുന്ന പൗലോസ് പറയുന്ന പോലെ, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഈ ഭവനത്തിൽ നൽകട്ടെ എന്ന് ഞാൻ ഈ സമയം പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ ദീർഘമാക്കുന്നില്ല. കർത്താവിൽ മരിക്കുന്ന വൃദ്ധന്മാർ ഭാഗ്യവാന്മാർ. നമുക്ക് ഒരുമിച്ച് കാണുവാൻ കഴിയും, സാധിക്കുമെന്ന പ്രത്യാശയോടെ ഞാൻ എൻ്റെ വാക്കുകളോട് ചുരുക്കുമ്പോൾ, ഞാൻ ശുശ്രൂഷിക്കുന്ന ദേവസഭയുടെയും ഞങ്ങളുടെ ഭവനത്തിൻ്റെ പേരിലുള്ള ദുഃഖവും പ്രത്യാശയും ഈ സമയം ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമോടുന്ന കർത്താവ് സമാധാനമായി. കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ടവൻ്റെ ആകസ്മികമായ വേർപാട് മാനുഷികമായ നിലയിൽ വളരെ ദുഃഖം ഉളവാക്കിയെങ്കിലും നാം എല്ലാവരും ഈ വഴിയായി കടന്നു പോകേണ്ടവരാണ്. ദൈവസഭകളുടെ നീതിവികായസിൽ അത്യുജ്ജല ശോഭയോട് ഒന്നിച്ചുയർത്ത് എഴുന്നേറ്റ നക്ഷത്രമാണ് അനുഗ്രഹിത കർത്തദാസൻ പ്രിയ സാവു പാസ്റ്റർ. ആത്മീയ ശുശ്രൂഷകളിൽ താൻ ശുശ്രൂഷ ഏറ്റെടുക്കുമ്പോൾ തന്നെ തൻ്റെ കുടുംബത്തെ പുലർത്തുവാൻ വേണ്ടി ശാരീരികമായ അധ്വാനവും ഒരുമിച്ച് അദ്ദേഹം കൊണ്ടുപോയി. പല സുവിശേഷകന്മാരും കുടുംബം കാര്യമായി നോക്കാതെ സുവിശേഷ വേലയ്ക്ക് പൂർണ്ണമായ സമയം വേർതിരിക്കുമ്പോൾ, ചിലർ സുവിശേഷ വേല അപ്രധാനമായി കണ്ടുകൊണ്ട് കുടുംബജീവിതങ്ങൾക്ക്, കുഞ്ഞുങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുമ്പോൾ, കുടുംബവും സുവിശേഷ വേലയും ഒരേപോലെ ഒരുമിച്ച് മുൻപോട്ട് അവസാന നിമിഷം വരെ കൊണ്ടുപോയ അനുഗ്രഹിത കർത്താവിൻ്റെ ദാസനാണ് പ്രിയ സാവു പാസ്റ്റർ. 90-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനൊരു വാക്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്: ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകൾ എണ്ണുവാൻ ഞങ്ങൾ ഉപദേശിക്കണമേ. യഹോവയെ മടങ്ങി വരണമേ, എത്രത്തോളം താമസം അടികളോട് സഹതാപം തോന്നണമേ. ദൈവത്തിന്റെ ദാസനായ മോശയ്ക്ക് ലഭിച്ച ജ്ഞാനമെന്നുള്ളത് 90-ാം സങ്കീർത്തനത്തിൽ പ്രാരംഭത്തിൽ പറയുന്നുണ്ട്. കർത്താവിനെ തലമുറ തലമുറയായി ഞങ്ങളുടെ സഖേതമായിരിക്കുന്നു. പർവ്വതമുണ്ടായതിന് നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെ നിർമ്മിച്ചു മുൻപ് നീ അനാദിയായി ശാശ്വതമായ ദൈവമാണ്. ഒന്നാമത് മോശയ്ക്ക് ലഭിച്ച ജ്ഞാനം എന്നുള്ളത് സകല സൃഷ്ടിയുടെയും കാരണഭൂതൻ സൃഷ്ടിതാവായ ദൈവമാണ് എന്നുള്ളതാണ്. പൊങ്ങിപ്പറക്കുന്ന പക്ഷികളും നീന്തി തുടിക്കുന്ന മത്സ്യങ്ങളും കളകളനാഥം മുഴക്കുന്ന കുയിലുകളും പീലി നീട്ടിയാടുന്ന മയിലുകളും കാട്ടാറുകളും അരുവികളും തോടുകളും കായലുകളും പ്രകൃതി പ്രപഞ്ച പ്രതിവാസങ്ങളും ഒക്കെ യഹോവയുടെ കരുത്തുറ്റ കരാക്കുഴക്ക് കരവിരുതാണ്. സകല സൃഷ്ടിയുടെയും കാരണഭൂതൻ ദൈവമാണ് മനുഷ്യനടക്കം. എങ്കിൽ മനുഷ്യൻ സൃഷ്ടിയും ദൈവ സൃഷ്ടിതാവുമാണ് എന്നുള്ള ജ്ഞാനമാണ് മോശയ്ക്ക് ലഭിക്കുന്നത്. രണ്ടാമത് മോശയ്ക്ക് ലഭിച്ച ജ്ഞാനം ദൈവം അനാഥിയായ ദൈവമാണ്. പുരാതനത്വം, പൂർവികത്വം, സനാതനത്വമുള്ള കാലത്രയം കൂടെ ദൈവമാണ്. ത്രികാലവേദിയായ ദൈവം ദൈവമായിരിക്കുമ്പോൾ മനുഷ്യൻ കേവലം ക്ഷണികനാണ് എന്നുള്ളതും മോശയ്ക്ക് ലഭിച്ച ജ്ഞാനമാണ്. മരണം കൊണ്ട് മനുഷ്യൻ പൊടിയിലേക്ക് ചേരുന്നു, മരണം കൊണ്ട് അവിടെ അവസാനിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ മോശ പാടുകയാണ്: മർത്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്നും അത് ചെയ്യുന്ന ഒരു ദിനമുണ്ട്. അങ്ങനെയാണെങ്കിൽ കർത്താവിൻ പേർ വിളിക്കുന്ന സമയത്ത് വാത്സല്യപ്രിയ ദേവദാസൻ അക്ഷയശരത്തോടുകൂടെ ഉയർത്തി നിൽക്കും എന്നുള്ള പ്രത്യാശയാണ് എനിക്കും ഉള്ളത്. ഞാനും ഉടമ്പടി ചൊല്ലുന്നു. സഭ വർദ്ധനിച്ച ദൈവത്തിനോട് നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു ഓൾ. കർത്താവിൻ്റെ ദാസൻ തൻ്റെ വിശ്രാമത്തിന് വേണ്ടി കടന്നുപോയി. ചൊവ്വാഴ്ച വൈകിട്ട് മുതൽ ഇതുവരെയും ദൈവത്തിൻ്റെ ദാസന്മാർ കടന്നു വന്ന് ദൈവവചനം സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. പ്രിയ പാസ്റ്ററിൻ്റെ വേർപാടിൽ
ദുഃഖത്തോടായിരിക്കുന്ന കുടുംബം, അതുപോലെ ബന്ധുമത്താദികൾ, ചാർച്ചക്കാർ, കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, വളരെ ദുഃഖത്തോടാണ് നമ്മളായിരിക്കുന്നത്. കാരണം മരണം എപ്പോഴും ദുഃഖവും കണ്ണുനീരുമാണ് തരുന്നതെന്ന് വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യമായ ശുശ്രൂഷയുടെ സമയത്ത്, ലാസർ മരിച്ചതായിരിക്കുന്ന സമയത്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കരയുന്നതായ ഒരു ഭാഗമുണ്ട്. അതുകൊണ്ട് മരണം അല്ലെങ്കിൽ ഉറ്റവരുടെയും സഹോദരങ്ങളുടെയും ബന്ധുമുത്താദികളുടെയൊക്കെ മരണത്തിന് മാനുഷികമായി നമുക്കെപ്പോഴും ദുഃഖവും പ്രയാസവും ഉണ്ട്. എന്നാൽ കർത്താവിന്റെ ദാസനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. പെന്തക്കോസ്റ്റ് ഫെലോഷിപ്പ് ഇന്ത്യ ദൈവസഭയുടേതായിരിക്കുന്ന ഒരു സീനിയർ പാസ്റ്റർ ആയിരുന്നു പ്രിയ കർത്താവിന്റെ വിൽപ്പന ദാസൻ. പാസ്റ്ററിൻ്റെതായിരിക്കുന്ന ക്രിസ്തീയ ജീവിതത്തിലും ശുശ്രൂഷ ജീവിതത്തിലും ഒരു സഹ ശുശ്രൂഷകനായി ദൈവസഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ എനിക്കും ഇടയായി തീർന്നിട്ടുണ്ട്. അതിലുള്ള അനുഭവം, എൻ്റെ അനുഭവം വളരെ അനുഗ്രഹീതനായിരിക്കുന്ന ഒരു കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനായിരുന്നു. അനുകരിക്കുക എന്നുള്ളതാണ്. അതിന് പ്രിയ കർത്താവിൻ്റെ ദാസൻ യേശു ക്രിസ്തുവിനെ അനുകരിക്കുന്നതിലും വിശ്വസിക്കുന്നതിലൊക്കെ വലിയ ഒരു മാതൃകയായിട്ട് ഈ ദേശത്തും തനിക്ക് കിട്ടിയ എല്ലാ സ്ഥലങ്ങളിലും അത് പ്രകടമാക്കുവാനും അതിൽ ജീവിക്കുവാനിടയായി തീർന്നു. എന്നാൽ താൻ വിശ്വസിക്കുകയും താൻ ജീവിക്കുകയും ചെയ്തായിരിക്കുന്ന ആ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നല്ലവർ പൊരുതുകയും ഓട്ടം തികയ്ക്കുകയും വിശ്വാസം കാക്കുകയും ചെയ്തു. എന്നാൽ ഇനിയുള്ളത് ദൈവം തനിക്ക് വെച്ചിരിക്കുന്ന നീതിയുടെ കിരീടം പ്രാപിക്കുവാൻ കർത്താവിന്റെ ദാസൻ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും മരിച്ചവർ അക്ഷരത്തെ ഉയർത്തുകയും ജീവനോടെ ശേഷിക്കുന്ന രൂപാന്തരം പ്രാപിക്കാനിടയായിത്തീരും. ഈ വിശ്വാസത്താൽ കർത്താവിന്റെ ദാസൻ കർത്താവ് യേശു ക്രിസ്തുവിനെ എതിരേൽക്കുവാൻ താൻ ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ നമുക്കും ആ കർത്താവിന്റെ മുമ്പാകെ ചെല്ലെത്തുവാൻ, നമുക്ക് കർത്താവിന്റെ ദൈവദാസനെ വീണ്ടും കാണുവാൻ ഉള്ള പ്രത്യാശയാൽ ദൈവസന്നിധിയിൽ ദൈവം നമ്മെ നിലനിർത്തുമാറാകട്ടെ. പ്രിയ ഭവനത്തെ ദൈവം ആശ്വസിപ്പിക്കുമാറാകട്ടെ. ഞാൻ പ്രദാനം ചെയ്യുന്ന ദൈവസഭ തുലാപ്പള്ളി ദൈവസഭയാണ്. ദൈവസഭയുടേതായ പ്രത്യേകതയായിരിക്കുന്ന ദുഃഖം അറിയിക്കുന്നെങ്കിലും അതോടൊപ്പം തന്നെ പ്രത്യാശ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ പെന്തക്കോസ്റ്റ് ഫെലോഷിപ്പ് ഇന്ത്യ ദൈവസഭയുടേതായ സൺഡേ സ്കൂൾ ബോർഡിന്റെയും ദുഃഖത്തോടുള്ള പ്രത്യാശയുള്ള ആ അനുശോചനത്തെ അറിയിച്ചുകൊണ്ട് എനിക്ക് അവസരങ്ങൾ വേർതിരിച്ചെന്നുള്ളതായ ദൈവദാസനോട് പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് കർത്താവിന്റെ നാമത്തിൽ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ഈ വചനങ്ങളാൽ ആശ്വസിപ്പിക്കുമാറാകട്ടെ. എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാരംഭത്തിൽ ഓർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു വേദഭാഗം പറഞ്ഞ് നിങ്ങളുടെ കയ്യിൽ ഒപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, ഞാൻ സ്വർഗത്തിൽ ഒരു ശബ്ദം കേട്ടു, അതെന്നോട് പറഞ്ഞത് എഴുതുക, ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് അവർ വിശ്രമം പ്രാപിക്കുന്നതാകുന്നു, അവരുടെ പ്രവൃത്തി അവരെ പിൻചെല്ലുന്നു എന്ന് ആത്മാവ് പറയുന്നു. സംസ്കൃതത്തിൽ ഇങ്ങനെ ഒരു വാക്ക് അതിന് പറയുന്നുണ്ട്, വൃത്താന്തേ ശ്മശാനേ പുത്രബാന്ധവ സുഗന്ധം ദുഷ്കൃതം ചെയ്വ ഗച്ഛന്തം അനുഗച്ഛതി. പുത്രബന്ധുക്കൾ പ്രത്യാശയോടെ കാലം സമയത്തെ അനുവദിച്ചു വന്ന ക്രിസ്തുവാസ്മാർക്ക് ആമേ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജീവനാമത്തിൽ ഉദയശോധനകളെ അറിയിച്ചുകൊണ്ട് ദൈവം സ്തുതിക്കുന്നു. കർത്താവിനെ സഹായിക്കുമാണ്. പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ അനുഭവത്തിൽ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുള്ള കിഴവ് എനിക്ക് അയച്ചിരിക്കുന്നു. നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആദിവസിക്കുന്ന എനിക്ക് മാത്രമല്ല എൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയപേക്ഷ ഏവർക്കും കൂടി കർത്താവിദാസന്റെ ആ ശുശ്രൂഷ തികച്ച് ഇന്നുകളുടെ പ്രതീക്ഷയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നുകളുടെ പ്രതീക്ഷയിൽ നമുക്ക് പ്രത്യാശയോടെ കർത്താവ് ദാസനെ കാണാൻ പ്രത്യാശയോടെ ആയിരിക്കാം. ദുഃഖത്തിലായിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ദൈവസമാധാനത്തെ നിറയ്ക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭ അറിയാതെ സഭയുടെയും
HMI കുടുതറ യൂണിറ്റിൻ്റെ പേരുള്ള പ്രത്യാശയും ദുഃഖം അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ ആണെന്ന് അറിയിക്കുന്നു. തുടർന്ന് യൂത്ത് ഫെലോഷിപ്പിന്റെ പ്രസിഡന്റായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ സന്ദീപ് ഇന്ത്യയെ മുമ്പോട്ട് ക്ഷണിച്ചോളൂ. ദൈവത്തിൻ്റെ വിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന അനുഗ്രഹീതനായ ദേവദാസൻ വളരെ ദുഃഖത്തിൻ്റെ അവസ്ഥയിൽ നമ്മളെല്ലാവരായി തിരിഞ്ഞിരിക്കുകയാണ്. അനുഗ്രഹീതനായ ദേവദാസനെ കുറിച്ച് അനേക കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിലും സമയത്തിനെത്തുന്നതുകൊണ്ട് ഇന്ന് ഗോസ്ബൽ ഫെലോഷിപ്പിൻ ദൈവസഭയുടെ അനുഗ്രഹീതനായ ദേവദാസൻ എന്നെ കാണുന്ന സമയം മുതൽ വളരെയധികം സ്നേഹത്തോടുകൂടി ഇടപെടുന്ന ഒരു അനുഗ്രഹീതനായ ദേവദാസനായിരുന്നു ദേവദാസൻ സഭ പാസ്റ്റർ. കഴിഞ്ഞ കൺവെൻഷനിൽ അനേക കാര്യങ്ങളൊക്കെയും സംസാരിക്കാനൊക്കെയും സന്തോഷിക്കാനൊക്കെയും അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ദേവദാസന്റെ വിയോഗം ഇതെല്ലാം വളരെ ദുഃഖം തരുന്നെങ്കിലും ഇവരുടെ പരദീസയിൽ കർത്താവിന്റെ ദാസനെ ഒന്നിച്ച് കാണാമെന്നുള്ള പ്രത്യാശ. ദൈവജനത്തിൽ പറയുന്നത് പോലെ നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, വിശ്വസിപ്പീൻ. പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ കടന്നു വരുമ്പോൾ അനുഗ്രഹീതനായ ദേവദാസനെ നമുക്ക് മുഖാമുഖമായി കാണാമെന്നുള്ള പ്രത്യാശ നമ്മെ ആശ്വസിപ്പിക്കട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന വാർഷിക ഭവനത്തെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. ദീപന്ത ഗോസ്ബൽ ഫെലോഷിപ്പ് ഇന്ത്യ ദൈവസഭ മീനാർകുന്ന ചർച്ചിലെയും ദീപന്ത ഗോസ്ബൽ ഫെലോഷിപ്പ് ഇന്ത്യ ദൈവസഭ യൂത്ത് ഫെലോഷിപ്പ് കേന്ദ്ര കമ്മിറ്റിയുടെയും അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം. ദൈവത്തിൻ്റെ വലത്തിൽ ഇങ്ങനെ പറയുന്നു, നല്ല പോർന്നു ഓട്ടത്തിന് വിശ്വാസം കാട്ടും. ഇനി എനിക്കായി ഒരിക്കലും പ്രാപിപ്പാൻ ദൈവത്തിന് ഇഷ്ടമാണ്. കർത്താവിന്റെ ദാസനെ സംബന്ധിച്ച് എനിക്ക് അനേക കാര്യങ്ങൾ എനിക്ക് പറയുവാൻ അനുഭവത്തിൽ. കാരണം ഒരു ദൈവദാസൻ എന്നുള്ള ഒരു നിലപാടില്ല ഞങ്ങളുടെ ഒരു ബന്ധം. ഒരു ഉദയത്തിൽ പറക്കാതെ പോയ ഒരു ജ്യേഷ്ഠ സഹോദരൻ സൗകര്യം എന്ന നിലവാരത്തിൽ നിങ്ങൾക്ക് ഈ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ഇടപെടുവാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ നിലകളിലും, ആത്മീയ കാര്യങ്ങളിലും ഭൗതിക കാര്യങ്ങളിലും എല്ലാ നിലകളിലും ഞങ്ങൾക്ക് അങ്ങനെ ഒരു വലിയ ബന്ധം ഞങ്ങൾക്കുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ പെട്ടെന്ന് ഇത് വാർത്ത അറിഞ്ഞപ്പോൾ വളരെ മാനസികമായി കൂടിയ കാരണം കൺവെൻഷൻ കഴിഞ്ഞ് വീട്ടിൽ വരുന്ന സമയം വിവാസന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് പോകുന്ന ഒരു സാഹചര്യം ഞങ്ങൾക്കുണ്ടായാൽ എന്നെ കൂട്ടാതെ പോകത്തില്ല. ഇവിടെ എരുമേലി വഴി പോകേണ്ട ഒരു കാര്യമായിരുന്നാലും ഇവിടെ എന്നോട് പറയും വീട്ടിൽ നിന്നു ഇവിടെ എൻ്റെ വീട്ടിലേക്ക് പോയി കുറഞ്ഞ ഒരു 6-7 കിലോമീറ്ററിലുമില്ല. അത്രയും ദൂരം അവിടെ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് തിരിച്ച് എരുമേലി വഴി പോകുന്ന ഒരു അനുഭവമാണ്. ഒരു പ്രശ്നമാണ്. ചില ദിവസങ്ങൾക്ക് മുന്നേ എന്നോട് പറഞ്ഞ്, ദിവാസനെ ഞാൻ ഈ വർഷം സഭയുടെ ശുശ്രൂഷയിലേക്ക്
പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ചോദിച്ചതെന്താ, ഒരിക്കൽ പോലും അങ്ങനെ കാര്യങ്ങളൊന്നും പറയരുത്, അങ്ങനെയല്ല പാസ്റ്റർ എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞ മറ്റ് ചില കാര്യങ്ങളിലേക്ക് ഞാൻ പോകാനാണ് ആഗ്രഹിക്കുന്നത്, ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ കാര്യം എന്നോട് പറയാനിടയായി. ഒരു മൈക്ക് മേടിക്കുക, എന്നിട്ട് പരസ്യയോഗങ്ങളും ആ നിലയിലുള്ള ശുശ്രൂഷകളുമായിട്ട് മുൻപോട്ട് പോകാനാണ് അതിന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ചില ദിവസങ്ങൾ കഴിഞ്ഞു, കൺവെൻഷനിൽ കഴിഞ്ഞ് ഞങ്ങൾ എന്നെ വീട്ടിലേക്ക് കൊണ്ടാക്കി. അന്ന് എന്നോട് ചോദിച്ച് ഈ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോ? ഞാൻ പറഞ്ഞ കാര്യത്തിന് പ്രാർത്ഥിച്ചില്ല. ഞാൻ പറഞ്ഞതല്ലേ. ഞാൻ പറഞ്ഞു ഇനി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ വെച്ച് പിരിയാനുണ്ട്. അതിനുശേഷം ചൊവ്വാഴ്ച തിങ്കളാഴ്ച വൈകിട്ട് ഒരു 9:30 ആയപ്പോൾ എന്നെ വിളിച്ചു. കടമ്പയിൽ സംസ്കാരം ഉണ്ടായിരുന്നതിന് പോകാൻ ഒരു 9:30 ആയപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്സായി പോരുന്നുണ്ടോ? ഞാൻ പറഞ്ഞു പോരുന്നുണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ട്, ഞങ്ങൾ വണ്ടിക്ക് വന്നേക്കാം. അല്ല, എന്നോട് പറഞ്ഞ അല്ല, ഒരു കാര്യം ചെയ്യും, അവരൊക്കെ വന്നേക്കട്ടെ, നമുക്ക് ഒന്നിച്ച് പോകാം എന്നോട് അവസാനമായി പറയുവാനില്ല. ആ നിലകളിൽ അദ്ദേഹം എൻ്റെ വീട്ടിൽ പലപ്പോഴും കടന്നു വരുമ്പോൾ ഒരു സഹോദര തുല്യരായുള്ള കരുതലോടെയാണ് പലപ്പോഴും കടന്നു വരുന്നത്. അത് ഒരിക്കൽ പോലും അത് മറക്കുവാൻ കഴിയാത്ത അനുഭവമാണ്. ഇന്ന് പകൽ വളരെ പ്രത്യാശയുണ്ട്, ദുഃഖമുണ്ടെങ്കിൽ പ്രത്യാശയും. കർത്താവിന് താൻ എന്തിനു വേണ്ടി അധ്വാനിച്ചു, എന്തിനു വേണ്ടി ഓടുവോ, ആർക്ക് വേണ്ടി നിന്നുവോ, സമയമായപ്പോൾ ആ നിലകളിൽ പ്രത്യാശയോടെ ദൈവദൃഷ്ടോപ്പം തന്റെ മാർവിലേക്ക് ചേരുവാൻ കർത്താവ്. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ദാനിയേലേ, നീ പോയി വിശ്രമിച്ചു കൊള്ളുക, വിശ്രമിച്ച് ഇനി ഓഹരിക്കായി എഴുന്നേറ്റ് ദൈവദൃഷ്ടോപ്പം. ആ പ്രത്യാശയോടെ പ്രിയ ദൈവദാസന് സ്തോത്രം. അത് ഇവിടെ പറയുവാൻ കർത്താവ് കൃപയിൽ ഇപ്പോൾ വിശ്രമിക്കുന്നു. അതെ, ഒരു ഓഹരിയുണ്ട്, അത് പ്രാപിക്കുമ്പോൾ നിശ്ചയമായിട്ട് ആ നല്ല ഓഹരിക്ക് പങ്കാളിയായി തീരുവാൻ, ആ നല്ല അവസരത്തിന് വേണ്ടി കർത്താവ് ഒരുക്കിയിട്ടുള്ളതായ ആ നല്ല ഓഹരി പ്രാപിപ്പാൻ, അനുഭവം പ്രാപിപ്പാൻ തൻ്റെ ദാസനെ കാണപ്പെടുന്ന പ്രത്യാശയോടെ ആയിരിക്കുന്നു. ഞാനും എൻ്റെ കുടുംബവും ഈ ദുഃഖത്തിൽ പങ്കുചേരും. അതോടൊപ്പം ഇന്ത്യ ദൈവസഭ കല്ലൂപ്പാറ ദൈവസഭയുടെ എൻ്റെ കുടുംബത്തിൻ്റെ പ്രത്യാശ വചനങ്ങളെ അറിയിച്ചുകൊണ്ട് സമയങ്ങൾ അനുവദിച്ച ദൈവദാസന്മാർക്ക് നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്നതാണ്. കർത്താവിന്റെ ദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്ന് കർത്താവിന്റെ ദാസൻ KV അച്ചുകുഞ്ഞ് മുമ്പോട്ട് കടന്നു വന്ന് ആശ്വാസവചനങ്ങൾ ദൈവനാമത്തിന് ഉണ്ടാവട്ടെ. അഞ്ച് സംവത്സരങ്ങൾ അധികം ഈ ഭൂമിയിൽ ജീവിച്ച് കർത്തവ്യവേളയിൽ കഠിനാധ്വാനം ചെയ്ത് ക്രിസ്തുവിൽ മറിയപ്പെട്ട ഞങ്ങളുടെ കൂട്ടുവേലക്കാരനായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ സൗത്ത് പാസ്റ്ററുടെ വിയോഗത്തിലായിരിക്കുമ്പോൾ ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിമിഷങ്ങൾ താനുമായിട്ടുള്ള സുവിശേഷ വേദിയുടെ ചില ഓർമ്മകൾ ജീവിതത്തിലൂടെ കടന്നു പോകാനിടയായി തീർന്നു. സൗത്ത് പാസ്റ്ററെ ഞാൻ ആദ്യമായി കാണുകയും ആത്മീയ ബന്ധത്തിൽ ആയിരിക്കാൻ കഴിയുന്നത് 1990 കാലഘട്ടങ്ങളിലാണ്. അതിനുശേഷം 1993-94
ഈ കാലഘട്ടങ്ങളിൽ കർണാടകയുടെ വിവിധ മേഖലകളിൽ ഞങ്ങൾക്ക് കർത്തൃവേലയിലായി പരിണിയായി തീർന്നിട്ടുണ്ട്. ഞങ്ങളോടൊപ്പം ചില കർത്താവിൻ്റെ ദാസന്മാരും കുടുംബവും ഉണ്ടായിരുന്നു. അതിൽ പാസ്റ്റർ പി ജെ സണ്ണി, പാസ്റ്റർ പി ജെ മാത്യു, പാസ്റ്റർ പി കെ രാജൻ തുടങ്ങിയ കർത്തൃദാസന്മാർ ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവവേലയിലായിരിക്കുവാൻ കർത്താവ് ഭാഗ്യം തന്നു. അതിനുശേഷം കർണാടക വിട്ട് വീണ്ടും നാട്ടിൽ ഫെലോഷിപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ ആയിരിക്കാൻ ദൈവമായ കർത്താവ് ദീർഘവർഷങ്ങൾ അവസരം തരുവാനിടയായി തീർന്നു. ധാരാളം കാര്യങ്ങൾ തന്നെക്കുറിച്ച് പറയുവാനുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. തികച്ചും ദൈവദാസന്മാരെ സ്നേഹിക്കുകയും മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കർത്തൃദാസൻ തൻ്റെ ഓർമ്മകൾ ഒക്കെ ബാക്കി വെച്ചിട്ട് താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടാനിടയായി തീർന്നു. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, മാസത്തിൽ ഒരു ദിവസം ഞങ്ങൾക്ക് കർത്താവിൻ്റെ വേലക്കാരുടെ മീറ്റിംഗ് കണവല വെച്ച് നടക്കുന്നുണ്ട്. അവസാനമായി ഞങ്ങളുടെ ആദ്യ ബുക്കിൽ പേരെഴുതി ഒപ്പിടും. ഇനിയും അവിടെ ആഫ്റ്ററിലാണ് ഞങ്ങളുടെ ദൈവദാസൻ. ഒരു പ്രത്യാശയേ ഉള്ളൂ, അങ്ങ് ചെന്ന് മുഖാമുഖമായി കാണാം എന്നുള്ള സ്വപ്രതീക്ഷയോടെ ഞങ്ങളായിരിക്കുന്നു. ഞാൻ നല്ലപോലെ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു എന്ന് പൗലോസ്ലീഹ താൻ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ ദാസൻ നല്ല പോലെ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസവും കാത്തു, നീതിയുടെ കിരീടത്തിനായി അതേ അക്കരെ നാട്ടിലേക്ക് താൻ വാങ്ങിപ്പോയിരിക്കുന്നു. ഇനിയും കർത്താവിൻ്റെ വരവെങ്കിൽ വിശുദ്ധന്മാർ ഒരുമിച്ച് കൂടുന്ന സംഗമത്തിൽ ഞങ്ങളുടെ കർത്താവിൻ്റെ ദാസൻ സാവപ്പാസെ കാണാം എന്നുള്ള പ്രതീക്ഷയോടും പ്രത്യാശയോടുമായിരിക്കുന്നു. പെന്തക്കോസ്തൽ കുമ്പനാട് ദൈവ സഭയുടെ ദൈവമക്കളുടെയും തുലാപ്പള്ളി കരിക്കനാട്ടിൽ കുടുംബത്തിൻ്റെയും എല്ലാ പ്രാർത്ഥനയും പ്രത്യാശയും ദുഃഖവും രേഖപ്പെടുത്തുന്നു. സമയം വാതിരിച്ചെന്ന കർത്തൃദാസനോട് നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. ശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു, വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ സ്നേഹമേറിയിടുമൻ രക്ഷകൻ സന്നിധോ ആനന്ദ കൂട്ടരെ കാണുന്നല്ലോ. ാൽ തിങ്ങി ആശ്ചര്യമോടവർ ചുറ്റും നിന്നു സ്തുതി ചെയ്തിടുന്നു. തങ്കത്തിരുമുഖം കാൺമാൻ കൊതിച്ചവർ ഉല്ലാസമോടിതാ നോക്കിയിടുന്നു.
മക്കളിൻ കണ്ണു നീരെല്ലാം താതൻ താനെന്നേക്കുമായി തുടച്ചീതല്ലോ. പൊൻവീണകൾ ധരിച്ചാമോദപൂർണരായി കർത്താവിനെ സ്തുതി ചെയ്യുന്നവർ. കുഞ്ഞാട്ടിൻ്റെ രക്തം തന്നിൽ തങ്ങളങ്കി നന്നായി വെളുപ്പിച്ച കൂട്ടരീവർ. പൂർണ്ണ വിശുദ്ധരായി തീർന്നവർ യേശുവിൻ തങ്കരുധീരത്തിൻ ശക്തിയാലേ. കിരീടങ്ങൾ തങ്ങൾ ശിരസിന്മേൽ വെണ്ണീലയങ്കി ധരിച്ചോരിവർ. കയ്യിൽ കുരുത്തോല ഏന്തിയിട്ടവർ സ്തുതി പാടിയിട്ടാനന്ദ